ഹലോ മക്കളെ, വെൽക്കം ടു സ്റ്റഡി വേക്ക്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കേൻ വിത്ത് മോർ ദാൻ വൺ ബ്രാഞ്ച്, അല്ലെങ്കിൽ ഒന്നിലധികം ശാഖകളുള്ള ആൽക്കേനുകളുടെ നാമകരണം. അതെങ്ങനെയാണെന്ന് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ശാഖയിൽ ആൽക്കേൻ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിൽ ആൽക്കേനുകളുടെ നാമകരണത്തെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ യൂസ് ചെയ്ത അതേ ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ ഒന്നിലധികം ശാഖകളുള്ള ആൽക്കേനുകളുടെ നാമകരണവും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് സെറ്റ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതും പഠിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി പറയാം. പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് പ്ലസ് ഹൈഫൺ പ്ലസ് നെയിം ഓഫ് ആൽക്കേൽ ഗ്രൂപ്പ് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്, അല്ലെങ്കിൽ ശാഖയുടെ സ്ഥാനസംഖ്യ പ്ലസ് ഹൈഫൺ ആൽക്കേൻ ഗ്രൂപ്പിന്റെ പേര്, പദമൂലം, പിൻപ്രത്യയം. സോ ഇതാണ് അതിന്റെ ഫോർമുലയുടെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇതേ ഫോർമുല വെച്ചിട്ടാണ് നമ്മളിപ്പം ഒന്നിലധികം ശാഖകളിലെ ആൽക്കേനുകളുടെ നാമകരണം ചെയ്യാൻ പോകുന്നത്. ഈ നോമൻക്ലേച്ചർ ചെയ്യുന്ന സമയത്ത് എന്താണോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞ ഓരോ പോയിന്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞ ഓരോ പോയിന്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഫോർമുലയുടെ കൂടെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഇപ്പം നമ്മൾ ഒന്നിലധികം ശാഖ എന്നാ പറയുന്നത്, അല്ലെങ്കിൽ മോർ ദാൻ വൺ ബ്രാഞ്ച് എന്നാ പറയുന്നത്. അപ്പൊ എന്തായിരിക്കും മോർ ദാൻ വൺ എന്ന് പറയുമ്പോൾ ഒന്നിക്കിൽ രണ്ടാവാ, അല്ലെങ്കിൽ മൂന്നാവാ, അല്ലെങ്കിൽ നാലാവാ. മെയിൻ ആയിട്ട് നിങ്ങൾക്ക് നാല് ശാഖകൾ വരെ തരാറുള്ളത്. അപ്പം രണ്ടാണെങ്കിൽ നമ്മൾ വെറുതെ 2 എന്ന് കൊടുത്താൽ പറ്റൂല. 2 ശാഖകൾ വരുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡൈ. 3 ശാഖകൾ വരുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ട്രൈ. 4 ശാഖകൾ വരുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ടെട്ര. ഓക്കെ, 2 ഡൈ, 3 ട്രൈ, 4 ടെട്ര. ഈ ഒരു സംഭവം നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവണം. ഈ ഒരു സംഭവം കൂടി നിങ്ങൾക്ക് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നെയിമിങ് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ശാഖയിൽ ആൽക്കേൻ അല്ലെങ്കിൽ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കേൻ വിത്ത് വൺ ബ്രാഞ്ച് മനസ്സിലായവർക്ക് മാത്രമേ ഈ ഒരു ടോപ്പിക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ. സോ പറ്റുമെങ്കിൽ എല്ലാവരും ആ ഒരു വീഡിയോ കൂടി കാണുക. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ കോമ്പൗണ്ടിലേക്ക് പോവാം. ഫസ്റ്റത്തെ കോമ്പൗണ്ട് പറയുന്നത് CH3, CH2, CH2, 2 ബ്രാഞ്ചും ഉണ്ട്, CH3 ബ്രാഞ്ചും ഉണ്ട്. കഴിഞ്ഞതിലാണ് നമുക്ക് ഇവിടെ ഒരു ബ്രാഞ്ച് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ആണെങ്കിലോ 2 ബ്രാഞ്ച് കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ കോമ്പൗണ്ട് നോക്കാം. അതിൽ റൂൾ നമ്പർ 1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും, ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കലാണ്. സോ ഇതിൽ ഏതാണ് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ? ഇത് നോക്കിക്കോ, നമുക്ക് നോക്കാം. ഇങ്ങനെ നമ്പർ ചെയ്യുന്നുണ്ടെങ്കിൽ 1, 2, 3, 4, 5, 6 6 കാർബൺ ആറ്റം കിട്ടുന്നുണ്ട്. ഇനി അഥവാ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലോ നമുക്ക് എത്ര കിട്ടുന്നത്? 1, 2, 3, 4, 5 കിട്ടുന്നില്ലോ. അപ്പൊ ഇതില് ഇനി ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിലോ ഇങ്ങനെ 3 കാർബൺ കിട്ടും. അപ്പൊ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഏതാണ്? ഇതാണ് ഇതിലത്തെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ എന്ന് പറയുന്നത്, ഇതാണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് അപ്പോൾ ഒന്നാമത്തെ റൂൾ പ്രകാരം നമ്മൾ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഏതാന്ന് കണ്ടെത്തി. ഇതാണ് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. അപ്പം ഒന്നാമത്തെ റൂൾ സെറ്റായി. രണ്ടാമത്തെ റൂൾ എന്താണ്? ഈ ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ കിട്ടണം എന്നാ പറയുന്നത്. ഇതിൽ ഏതെല്ലാമാണ് ബ്രാഞ്ച്? ഒന്ന് ഇത് ബ്രാഞ്ചാണ്, പിന്നെ ഇതും ഒരു ബ്രാഞ്ചാണ്. അങ്ങനെ 2 ബ്രാഞ്ചായില്ലത്. ഓക്കെ, നേരത്തെ കേസിലാണ് നമുക്ക് ഒരു ബ്രാഞ്ചിന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ഇവിടെ എത്ര ബ്രാഞ്ച് ഉണ്ട്? 2 ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ ഈ 2 ബ്രാഞ്ചിനും ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇതിന് നമ്പർ ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ ആണോ? ഇപ്പൊ ഇവിടെ കൊടുത്ത എക്സാമ്പിൾ ഓൾറെഡി നമ്പർ എടുത്തിട്ടുണ്ട്. കാരണം നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലത്തെ അതേ എക്സാമ്പിളിന്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ നമ്പർ ഇട്ടുകൊണ്ടാണ് ഇവിടെ നമ്പർ കാണുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഈ നമ്പർ ഇടുന്നത് തന്നെ നമുക്ക് 2 രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ ഇടത്തുനിന്ന് വലത്തോട്ടും ചെയ്യാം, അല്ലെങ്കിൽ വലത്തുനിന്ന് ഇടത്തോട്ടും ചെയ്യാം. എങ്ങനെയാണെങ്കിലും നമുക്ക് ലോവസ്റ്റ് നമ്പർ കിട്ടണം. അതാണ് നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഡയറക്ഷനിലേക്ക് നോക്കാം. ഇങ്ങനെയാണെന്ന് നോക്കിയേ, 1, 2. ഇവിടെ ആദ്യത്തെ ബ്രാഞ്ചിന് കിട്ടുന്ന നമ്പർ എത്രയാണ്? 2 ആണ്. രണ്ടാമത്തെ ആണെങ്കിലോ രണ്ടാമത്തെ ബ്രാഞ്ചിനാണ് കിട്ടുന്ന നമ്പർ 4 ആണ്. ആദ്യത്തെ ബ്രാഞ്ചിന് 2 കിട്ടി, രണ്ടാമത്തെ ബ്രാഞ്ചിന് 4 കിട്ടി. ഓക്കെ ആണോ? ഇനി നമ്മൾ ഈ ഡയറക്ഷനിലേക്കാണ് പോകുന്നുണ്ടെങ്കിലോ ഇവിടെ കിട്ടുന്നത് ആദ്യത്തെ ബ്രാഞ്ചിന് 3 കിട്ടി, രണ്ടാമത്തെ ബ്രാഞ്ചിന് 5 കിട്ടി. 3ഉം 5ഉം അപ്പം ഇതിൽ ഏത് ഡയറക്ഷനിലേക്കൂടെ പോകുന്ന സമയത്താണ് ഇതിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത്? 2ഉം 4ഉം ആണോ 3ഉം 5ഉം ആണോ? ഏതാണ് ലോവസ്റ്റ് നമ്പർ ഉള്ളത്? 2ഉം 4ഉം അല്ലേ? ആദ്യത്തെ ബ്രാഞ്ചിനാണെങ്കിൽ 2ഉം 4ഉം അല്ലേ ഇതിൽ ചെറിയ നമ്പർ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് അതിൽ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2ഉം 4ഉം അല്ലേ ഇതിലത്തെ ചെറിയ നമ്പേഴ്സ് എന്ന് പറയുന്നത്?
ഇനി അഥവാ നിങ്ങൾക്ക് ഈ നമ്പറിൽ ഇത് കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇത് ചെറുതാണോ വലുതാണോ ഇല്ല ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാൽ മതി. ഈ രണ്ട് നമ്പറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. ഇപ്പൊ 2+4 അപ്പൊ എത്ര കിട്ടുന്നത്? 6 ആണ്. അല്ലെങ്കിൽ 3+5 അപ്പൊ എത്ര കിട്ടുന്നത്? 8 ആണ്. അപ്പൊ ഇതിൽ ഏതാ ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത്? 6 ആണ്. അതുകൊണ്ട് തന്നെ ഈ 6 അപ്പം ഈ 2ഉം 4ഉം കൊടുക്കുന്ന ഈ 6 അല്ലേ ചെറിയ നമ്പർ കിട്ടുന്നത്. ആ 6 ചെറിയ നമ്പർ കിട്ടുന്ന ഏതെല്ലാം കൂട്ടുമ്പോൾ 2ഉം 4ഉം അല്ലേ. അപ്പൊ ഇതിന്റെ പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 2, 4 ആണ്. അപ്പൊ ഫസ്റ്റത്തെ റൂള് പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് അല്ലെങ്കിൽ ശാഖയുടെ സ്ഥാനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 2ഉം 4ഉം ആണ്. രണ്ടാമത് എന്താ പറയുന്നത്? രണ്ടാമത് ഒരു ഹൈഫൺ കൊടുക്കാനാണ് പറയുന്നത്. നമ്മൾ ഹൈഫൺ കൊടുത്തു. അടുത്ത എന്താണ്? നെയിം ഓഫ് ആൽക്കേൽ ഗ്രൂപ്പ്. ഈ ആൽക്കേൽ ഗ്രൂപ്പിന്റെ നെയിം എന്നാണ്? ഇവിടെ ആൽക്കേൽ ഗ്രൂപ്പ് ഏതാണ്? CH3 ഗ്രൂപ്പ് അല്ലേ ഇവിടുത്തെ ആൽക്കേൽ ഗ്രൂപ്പ്. CH3 ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ആ ഗ്രൂപ്പിന്റെ പേര്? മീഥൈൽ ഗ്രൂപ്പ് അല്ലേ. ഒരു കാർബണാന്നുള്ളത്. അപ്പൊ മെഥാന്ന് അതിന്റെ വേർഡ് റൂട്ട് വരുന്നത് +5 അല്ലേ. മീഥൈൽ ഗ്രൂപ്പാണ് ഇവിടുത്തെ ആൽക്കിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി എത്ര മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ? ഒരു മീഥൈൽ ഗ്രൂപ്പ് ഇവിടെയുണ്ട്, ഒരു മീഥൈൽ ഗ്രൂപ്പ് ഇവിടെയുണ്ട്. അപ്പൊ എത്ര മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത്? ടോട്ടൽ 2 മീഥൈൽ ഗ്രൂപ്പ് അല്ലേ ഉള്ളത്. അപ്പൊ രണ്ടാവുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ട നെയിം എന്നാണ്? രണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്നാ കൊടുക്കണ്ടേ? ഡൈ ആണ്. അപ്പൊ 2,4 ഡൈ മീഥൈൽ. ഇപ്പൊ നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മീഥൈൽ ആണ്. രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ഡൈ. 2,4 ഡൈ മീഥൈൽ. രണ്ടാമത്തെ എന്താണ്? വേർഡ് റൂട്ട് പറഞ്ഞു. വേർഡ് റൂട്ട് എന്നാ വരുന്നത്? ഇവിടെ എത്ര കാർബൺ ആറ്റം ഉള്ളത്? 6 കാർബൺ ആറ്റം ഉള്ളത്. 6 കാർബൺ ആറ്റാവുന്ന സമയത്ത് അതിന്റെ വേർഡ് റൂട്ട് എന്നാ വരുന്നത്? ഹെക്സ് അല്ലേ. 2,4 ഡൈമീഥൈൽ ഹെക്സ്. അടുത്ത സഫിക്സ് എന്ന ഇതെല്ലാം സിംഗിൾ ബോണ്ട് ആണ്. പിന്നെ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻ വിത്ത് 1 ബ്രാഞ്ച് ആണ്. അപ്പൊ ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ അതിന്റെ സഫിക്സ് എന്താണ്? ANE. അപ്പൊ ആൻസർ വരുന്നത് 2,4 ഡൈ മീഥൈൽ ഹെക്സേൻ. 2,4 ഡൈമീഥൈൽ ഹെക്സേൻ ആണ് അപ്പൊ നമ്മളെ ഫസ്റ്റത്തെ ആൻസർ വരുന്നത്. അതായത് ഈ ഒരു ഇക്വേഷൻ സെറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടിപൊളിയായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. പിന്നെ ഓർത്തിരിക്കേണ്ട കാര്യം 2 കണ്ടാൽ 2 ശാഖകൾ വരുന്നുണ്ടെങ്കിൽ ഡൈ കൊടുക്കണം, 3 ട്രൈ കൊടുക്കണം, 4 ടെട്ര കൊടുക്കണം. അപ്പൊ അടുത്ത എക്സാമ്പിളിലേക്ക് പോയാലോ? അടുത്ത എക്സാമ്പിൾ ഇവിടെ ഫസ്റ്റ് ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കാനാ പറഞ്ഞു. ഇതിൽ ലോങ്സ്റ്റ് ചെയിൻ എങ്ങനെയാ? 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എത്ര ഇത് കിട്ടുന്നുണ്ട്? 7 കാർബൺ ആറ്റം കിട്ടുന്നുണ്ട്. വേറെ എങ്ങനെ പോയാലും നമുക്ക് 7 കിട്ടൂല. ഒന്നുകിൽ 6 അല്ലെങ്കിൽ ഒരു 5 വരെ കിട്ടാൻ ചാൻസ് ഇല്ലു. അപ്പൊ ഏതാ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ എന്ന് പറയുന്നത്? ഇതാണ് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്പർ ഇടുന്ന സമയത്ത് ആദ്യത്തെ ഈ ഒരു സൈഡിൽ നിന്ന് നമ്പർ ഇടുന്നെങ്കിൽ ആദ്യത്തെ ശാഖക്ക് എത്രയാണ് നമ്പർ കിട്ടുന്നത്? ആദ്യത്തെ ശാഖക്ക് കിട്ടുന്ന നമ്പർ 3 ആണ്. രണ്ടാമത്തെ ശാഖ കിട്ടുന്ന നമ്പർ 6 ആണ്. 3ഉം 6ഉം. ഇനി ഇവിടുന്നാണ് നമ്പർ ഇടുന്നെങ്കിലോ ആദ്യത്തെ ശാഖ കിട്ടുന്ന നമ്പർ എത്രയാ? 2 ആണ്. രണ്ടാമത്തെ ശാഖ കിട്ടുന്ന നമ്പറോ 5 ആണ്. അപ്പൊ 3ഉം 6ഉം ആണോ അല്ലെ 2ഉം 5ഉം ആണോ? ഏതാണ് ഇതിലത്തെ ചെറിയ നമ്പർ എന്ന് പറയുന്നത്? 2ഉം 5ഉം അല്ലേ. നമ്മൾ നേരത്തെ ട്രിക്ക് പോലെ 3+6 കൂട്ടുന്ന 3+6 ആഡ് ചെയ്യാനെങ്കിൽ എത്ര കിട്ടുന്നത്? 9 അല്ലേ. ഇനി 2+5 ആണെങ്കിലോ 7 ആണ്. അപ്പൊ ആ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ലോജിക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇത് കിട്ടും. അല്ലാണ്ട് നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ട ആവശ്യമില്ല. ഇൻ കേസ് വല്ല ഡൗട്ടും വന്നാൽ ഇപ്പൊ എക്സാം ഹാളിൽ ചിലപ്പോൾ നമുക്ക് ടെൻഷൻ ആയതുകൊണ്ട് ചിലപ്പം എല്ലാം പെട്ടെന്ന് വർക്ക് ചെയ്യണമെന്നില്ല. നമ്മളെ ബ്രെയിൻ പെട്ടെന്ന് വർക്ക് ചെയ്യണമെന്നില്ല. അങ്ങനെ വല്ല ഡൗട്ടും വന്നാൽ ഈ ഒരു ട്രിക്ക് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഈ 2 നമ്പറും കൂടി കൂട്ടുന്ന സമയത്ത് ഏതാണോ ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത് അതായിരിക്കും അതിന്റെ പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പൊസിഷൻ നമ്പർ കിട്ടുന്നത് 2ഉം 5ഉം ആണ്. അപ്പൊ ആദ്യം നമ്മൾ എഴുതി പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് അല്ലെങ്കിൽ ശാഖയുടെ സ്ഥാനസംഖ്യ എഴുതി. അത് എത്രയാണ്? 2ഉം 5ഉം. രണ്ടാമത് എന്താ ചെയ്യണ്ടേ? ഹൈഫൺ ഇട്ട് കൊടുത്തു. ഓക്കെ, പ്ലസ് ഹൈഫണാ പറയുന്നത്. ഹൈഫൺ ഇട്ട് കൊടുത്തു. രണ്ടാമത് എന്താ വരുന്നത്? അപ്പം അടുത്തത് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേരാ പറയുന്നത്. ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേരെന്താണ്? ഇവിടെ ഏത് ഗ്രൂപ്പ് ആയുള്ളത്? CH3 ആണ്. CH3 ഗ്രൂപ്പ് പറയുമ്പോൾ എന്താണ്? മീഥൈൽ ഗ്രൂപ്പ് ആണ്. ഇവിടെ എത്ര മീഥൈൽ ആയുള്ളത്? 2 മീഥൈൽ ഗ്രൂപ്പ് ആയുള്ളത്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? 2 ആയതുകൊണ്ട് ഡൈന്ന് കൊടുക്കണം.
മൂന്നായിരുന്നെങ്കിൽ എത്ര കൊടുക്കണ്ടേ? ട്രൈ എന്നായിരിക്കും. 4 ടെട്ര എന്നായിരിക്കും. ഇവിടെ 2 ആയതുകൊണ്ട് ഡൈ കൊടുത്തു. പിന്നെ ഡൈ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് മീതേൽ ഗ്രൂപ്പ്, ഡൈമീതേൽ, 2,5 ഡൈമീതേൽ. അടുത്ത എന്താണ്? വേർഡ് റൂട്ടാ പറയുന്നത്. വേർഡ് റൂട്ട് ഇപ്പൊ ഇവിടെ എത്ര കാർബണാറ്റാ ഉള്ളത്? 7 കാർബണാറ്റാ ഉള്ളത്. അപ്പം വേർഡ് റൂട്ട് എത്ര വരുന്നേ? ഹെപ്റ്റല്ലേ? 7 എന്ന് പറയുമ്പോൾ ഹെപ്റ്റല്ലേ വേർഡ് റൂട്ട് വരുന്നത്. സഫിക്സ് ആണെങ്കിലോ ഇതെല്ലാം സിംഗിൾ ബോണ്ടഡ് ആണ്. അപ്പം സഫിക്സ് വരുന്നത് ആൽക്കെയിൻ ആണ്. അപ്പൊ ആൻസർ വരുന്നത് 2,5 ഡൈമീതേൽ ഹെപ്റ്റേൻ ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അടുത്ത എക്സാമ്പിൾ ഓക്കെ ആണെങ്കിൽ ഇവിടെ എത്ര ബ്രാഞ്ച് ഉള്ളത്? 2 ബ്രാഞ്ചാണുള്ളത്. നമ്മൾ ഇത് ഫസ്റ്റ് നമുക്ക് ഈ നമ്പർ ഇട്ട് കൊടുക്കാം. 2 മീഡിയൽ ഗ്രൂപ്പിന്റെ ബ്രാഞ്ചാണ് ഉള്ളത്. സോ നമ്പർ ചെയ്യുന്ന സമയത്ത് 1, 2, 3, 4, 5. ഓക്കെ, സോ ഈ ഡയറക്ഷനിൽ നമ്പർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് ഒന്ന് 2ഉം ഒന്ന് 4ഉം ആണ് ബ്രാഞ്ചിൽ കിട്ടുന്ന നമ്പർ. ഇനി ഓപ്പോസിറ്റ് ചെയ്യുന്നെങ്കിൽ 1, 2, 3, 4, 5. ഈ ഒരു ഡയറക്ഷനിലേക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന നമ്പർ ആദ്യത്തെ ബ്രാഞ്ചിന് 2 കിട്ടി, രണ്ടാമത്തെ ബ്രാഞ്ചിന് 4 കിട്ടി. അതായത് 2 ഡയറക്ഷനിലേക്ക് കൊടുക്കുന്ന സമയത്തും കിട്ടുന്ന നമ്പർ പറയുന്നതാണ് സെയിം തന്നെയാണ്. അപ്പൊ നമുക്ക് ഏത് നമ്പർ, അപ്പൊ ഈ 2 കൊടുക്കുന്ന സെയിം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പൊസിഷൻ നമ്പർ പറയുമ്പോൾ എത്രയാണ്? 2ഉം 4ഉം ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ പൊസിഷൻ നമ്പർ എഴുതി, രണ്ടാമത് പിന്നെ ഒരു ഹൈഫൺ കൊടുത്തു. പിന്നെ ഇവിടെ എത്ര മീഡിയൽ ഗ്രൂപ്പാണ് ഉള്ളത്? ഒരു മീഡിയൽ ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്, ഒരു മീഡിയൽ ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. അപ്പൊ 2 മീഡിയൽ ഗ്രൂപ്പാണ് ഉള്ളത്. 2 ആയതുകൊണ്ട് തന്നെ ഇവിടെ 2,4 ഡൈ മീഥൈൽ. വേർഡ് റൂട്ട് എന്നാണ് 5 കാർബണാറ്റ് അല്ലേ ഇത്. അപ്പം വേർഡ് റൂട്ട് വരുന്നത് പെൻഡ്, സഫിക്സ് വരുന്നത് എനി. 2,4 ഡൈമീഥൈൽ പെൻഡ്, അല്ലെങ്കിൽ 2,4 ഡൈ മീഥൈൽ പെൻഡേൻ, 2,4 ഡൈമീഥൈൽ പെൻഡേൻ. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത്, അടുത്ത എക്സാമ്പിൾ വരുന്ന സമയത്ത് ഇവിടെ നോക്കിക്കോ, ഇവിടെ എത്ര ബ്രാഞ്ച് ഉണ്ട്? നേരത്തെ ഇതുവരെ നമ്മൾ പറഞ്ഞ 2 ബ്രാഞ്ചിലെ കേസാണ്. ഇവിടെ എത്ര ബ്രാഞ്ച് വരുന്നുണ്ട്? ഇവിടെ നമുക്ക് 3 ബ്രാഞ്ച് വരുന്നുണ്ട്. ഒരു CH3 ഇവിടെ ഉണ്ട്, ഒരു CH3 ഇവിടെ ഉണ്ട്, ഒരു CH3 ഇവിടെ ഉണ്ട്. അങ്ങനെ 3 ബ്രാഞ്ച് വരുന്ന കേസാണ് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഡയറക്ഷനിലേക്ക് കൂടെ നമ്പർ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ CH3 ഗ്രൂപ്പിന് കിട്ടുന്നത് 2 ആണ്, രണ്ടാമത്തെ CH3 ഗ്രൂപ്പിന് കിട്ടുന്നത് 4 ആണ്, മൂന്നാമത്തെ CH3 ഗ്രൂപ്പിന് കിട്ടുന്നത് 5 ആണ്. ഇതാ 2, 4, 5. ഇനി ഓപ്പോസിറ്റ് ഇങ്ങനെ നമ്പർ ചെയ്യുന്ന സമയത്തോ, ഇങ്ങനെ അതായത് ഇടത്തുനിന്ന് വലത്തോട്ട് ചെയ്യുന്ന സമയത്ത് 2, 4, 5 കിട്ടി. ഇനി തിരിച്ച് ഓപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ബ്രാഞ്ചിൽ കിട്ടുന്ന നമ്പർ പറയുന്നത് 2 ആണ്, രണ്ടാമത്തെ ബ്രാഞ്ചിൽ കിട്ടുന്ന നമ്പർ 3 ആണ്, മൂന്നാമത്തെ ബ്രാഞ്ചിൽ കിട്ടുന്ന നമ്പർ 5 ആണ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ലോവസ്റ്റ്? നമുക്ക് രണ്ട് കേസിലാണ്. ഫസ്റ്റത്തെ നമ്പർ 2 ആണ്, ലാസ്റ്റത്തെ നമ്പർ 5 ആണ്. അപ്പൊ ഏതാ ഡിഫറൻസ് വരുന്നത്? ഡിഫറൻസ് വരുന്നത് സെക്കൻഡ് ബ്രാഞ്ചിനാണ്. സെക്കൻഡ് ബ്രാഞ്ചിന് ഫസ്റ്റത്തെ കേസിൽ കിട്ടിയത് 4 ആണ്, രണ്ടാമത്തെ കേസിൽ കിട്ടിയത് 3 ആണ്. അപ്പൊ ഇതിലത്തെ ലോവസ്റ്റ് നമ്പർ ഏതാണ്? ഇവിടെ നമ്മൾ ലോവസ്റ്റ് നമ്പർ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇതുപോലത്തെ കേസിൽ നമ്മൾ ലോവസ്റ്റ് നമ്പർ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ സെക്കൻഡ് ബ്രാഞ്ചിന് എപ്പോഴാണോ ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത് അതായിരിക്കും അതിന്റെ പൊസിഷൻ നമ്പർ ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സെക്കൻഡ് ബ്രാഞ്ചിന് 3 ആണോ 4 ആണോ വലുത്? 4 ആണ് വലുത്, 3 ചെറുതാണ്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് വരുന്ന പൊസിഷൻ നമ്പർ? 2, 3, 5 ആണ്. കാരണം 2, 3, 5 ആവുന്ന സമയത്താണ് സെക്കൻഡ് ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത്. ഫസ്റ്റത്തെ കേസിൽ 2, 4, 5 ആണ്ടായി. ഈ 2, 4, 5 വരുന്ന സമയത്ത് എന്തായി? സെക്കൻഡ് ബ്രാഞ്ചിന് 4 ആണ് കിട്ടുന്നത്. നമുക്ക് അതിനെക്കാട്ടി ലോവസ്റ്റ് ആയത് 3 ആണ്. അപ്പൊ 2, 3, 5 ആണ് ഇതിലത്തെ കറക്റ്റ് ആൻസർ. അപ്പൊ ഇതിന്റെ പേര് വരുന്നത് 2, 3, 5. പൊസിഷൻ നമ്പർ കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യണം. 2, 3, 5 ഹൈഫൺ 2, 3, 5. ഇവിടെ എത്ര മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത്? 1, 2, 3. 3 മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ട്രൈ. 2, 3, 5 ട്രൈ മീഥൈൽ. വേർഡ് റൂട്ട് എത്ര? 6 ആയതുകൊണ്ട് തന്നെ ഹെക്സ്. 2, 3, 5 ട്രൈ മീഥൈൽ ഹെക്സേൻ. സോ ഇതാണ് നമ്മൾ ആൻസർ കിട്ടുന്നത്. സോ ഈ ഒരു ടേബിളും കൂടി നമുക്ക് നോക്കി നോക്കാം. ഇതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മുഖ്യ ചെയിനിലെ കാർബണാറ്റങ്ങളുടെ എണ്ണമാണ്. ഇതിൽ എത്രയാണ് മുഖ്യ ചെയിനിലെ കാർബണാറ്റങ്ങളുടെ എണ്ണം വരുന്നത്? 6 ആണ്. മുഖ്യ ചെയിനിലെ കാർബണാറ്റങ്ങളുടെ എണ്ണം വരുന്നത് 6 ആണ്. ശാഖകളുടെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്. ശാഖകളുടെ പേര് എന്ന് പറയുന്നത് എന്താണ്?
മീതയിലാണ് ഇതിന്റെ ശാഖയുടെ പേര് എന്ന് പറയുന്നത്. ഇടത്തുനിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യുമ്പോഴുള്ള ആദ്യത്തെ സ്ഥാനസംഖ്യ എത്രയാ? 24. വലത്തു നിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ സ്ഥാനസംഖ്യ എത്രയുണ്ടായിനി? 2 തന്നെയാണ്. ഇത് ഫസ്റ്റത്തെ സ്ഥാനസംഖ്യ എന്ന് പറയുന്നത് 2 അല്ലേ? ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. ഇനി അതുപോലെ രണ്ടാമത്തെ ശാഖയ്ക്ക് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കുന്നത് എപ്പോഴാണ് ശരിയായത്? ടിക്ക് ചെയ്യുക. അതായത് ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്ന സമയത്താണോ അല്ല വലത്തുനിന്ന് ഇടത്തോട്ട് പോകുമ്പോഴാണോ നയിക്കുന്നത്? എവിടുന്നാ പോകുന്നത്? വലത്തുനിന്ന് ഇടത്തോട്ട് പോകുന്ന സമയത്താണ്. അപ്പൊ ശാഖകളുടെ ശരിയായ സംഖ്യകൾ പറഞ്ഞ് 2, 3, 5 ആണ്. നമ്മൾ ഇവിടെ എഴുതിയ അതേ സാധനം തന്നെയാണ് 2, 3, 5 ട്രൈമീഡിയൽ ഹെക്സേൻ. ഓക്കെ, സോ ഇതാണ് ആൻസർ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ടേബിൾ കൂടി വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം ഇതൊന്നും ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 ഇവിടെ നമുക്ക് നമ്പർ ചെയ്ത് നോക്കാം. 1, 2, 3. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നോക്കിയെങ്കിൽ 1, 2, 3 ഈ സെക്കൻഡ് പൊസിഷനിൽ തന്നെയാണ് രണ്ട് ബ്രാഞ്ചും കാണുന്നത്. അപ്പൊ ഒരേ പൊസിഷനിലാണ് രണ്ട് മീഡിയൽ ഗ്രൂപ്പിന് ബ്രാഞ്ച് കാണുന്നത്. അപ്പൊ നമ്മൾ ഇവരുടെ പേര് കൊടുക്കുന്ന സമയത്ത് ആദ്യത്തെ മീഡിയൽ ഗ്രൂപ്പിലുള്ളത് എവിടെയാണ്? സെക്കൻഡ് പൊസിഷനിലാണ്. രണ്ടാമത്തെ മീഡിയൽ ഗ്രൂപ്പിലുള്ളതോ അതും സെക്കൻഡ് പൊസിഷനിലാണ്. അപ്പൊ എന്താണ്? നേരത്തെ നമ്മൾ 2, 4 എന്നെല്ലാം കൊടുത്ത പോലെ ഇവിടെ വേറൊന്നും വേണ്ട. ഇവിടെ രണ്ടും സെയിം നമ്പർ ആയതുകൊണ്ട് 2,2 എന്ന് കൊടുത്താൽ മതി. 2,2 ഹൈഫൺ എത്ര മീഡിയൽ ഗ്രൂപ്പ് ആയുള്ളത്? രണ്ടെണ്ണം ആയുള്ളത്. 2,2 ഹൈഫൺ ഡൈമീതേ എത്ര കാർബണാറ്റ് ആയുള്ളത്? പ്രൊപ്പാണ്. 2,2 ഡൈമീതേൽ പ്രൊപ്പേനാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ ആണോ? ഇത് ഇവിടെ ടേബിളും കൂടി നോക്കാം. മുഖ്യ ചെയിനിലെ കാർബണാറ്റങ്ങളുടെ എണ്ണം എത്രയാ? 3 1, 2, 3. ശാഖകളുടെ എണ്ണം 2 ആണ്, 2 ആണ്. ശാഖകളുടെ പേര് എന്ന് പറയുന്നത് മീതയിലാണ്, അല്ലെ ബ്രാഞ്ചിന്റെ നെയിം എന്ന് പറയുന്നത് മീതയിലാണ്. ശാഖകളുടെ സ്ഥാനസംഖ്യകൾ അല്ലെങ്കിൽ പൊസിഷൻ നമ്പർ എത്ര വരുന്നത്? 2 ആണ്. ഓക്കെ, സോ ആൻസർ വരുന്നത് 2,2 ഡൈമീതേൽ പ്രൊപ്പേൻ. അതായത് 2,2 ഡൈമീതേൽ പ്രൊപ്പേനാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ IUPAC നെയിം വന്നിട്ടുണ്ട്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2,3 ഡൈമീതേൽ പെൻറ്റേൻ 2,4 ഡൈമീതേൽ ഹെപ്റ്റേൻ. അതായത് IUPAC നെയിം വന്നിട്ട് നിങ്ങളോട് സ്ട്രക്ചറൽ ഫോർമുല വരക്കാനാണ് പറയുന്നത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും എക്സാമിന് വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഫസ്റ്റത്തെ കേസ് 2,3 ഡൈമീതേൽ പെൻറ്റേൻ. അപ്പൊ 2,3 ഡൈമീതേൽ പെൻറ്റേൻ എന്ന് പറയുന്നത് ഈ ഒരു കോമ്പൗണ്ട്. അപ്പൊ നമുക്ക് എന്തെല്ലാം ഇൻഫർമേഷൻ കിട്ടാൻ പോകുന്നത്? 2,3 ഡൈമീതേൽ പെൻറ്റേൻ. ഡൈമീതേൽ എന്ന് പറയുമ്പോൾ എത്ര മീതേൽ ഗ്രൂപ്പ് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? 2 മീതേൽ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അത് ഏതെല്ലാം പൊസിഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? 2ലും 3ലും ആണ് അത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇനി 2,3 ഡൈമീതേൽ പെൻറ്റേൻ. പെൻറ്റേൻ എന്ന് പറയുമ്പോൾ അതിൽ എത്ര കാർബണാറ്റ് ആയുള്ളത്? 5 കാർബണാറ്റ് ആയുള്ളത്. A എന്ന് പറഞ്ഞുകൊണ്ടത് ഒരു ആൽക്കെയിൻ ഗ്രൂപ്പ് ആണെന്ന് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് നമുക്ക് പെൻറ്റേൻ കൊടുക്കാം. അതായത് 5 കാർബണാറ്റ് ഫസ്റ്റ് നമുക്ക് വരച്ചു കൊടുക്കാം. 1, 2, 3, 4, 5. ഓക്കെ, 1, 2, 3, 4, 5. അതിൽ ഏതൊക്കെ പൊസിഷനിലാണ് ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നത്? 2ലും വരുന്നുണ്ട്, 3ലും വരുന്നുണ്ട്. അതും വരച്ചു കൊടുക്കാം. ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് ആണ്. മീഥൈൽ ഗ്രൂപ്പ് പറയുമ്പോൾ CH3. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ വാലൻസി ഫില്ലാക്കാം. CH3, CH, CH2, CH3. സോ ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ കിട്ടുന്നത്. നമുക്ക് ഈ പേരും സ്ട്രക്ചറും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സെക്കൻഡ് പൊസിഷന് 2,3 ഡൈമീഥൈൽ പെൻറ്റേൻ. നോക്കിയേ, രണ്ടാമത്തെ പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, മൂന്നാമത്തെ പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. പെൻറ്റേൻ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 5 ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, ഇനി ഇത് നോക്കിയേ, 2,4 ഡൈമീഥൈൽ ഹെപ്റ്റേൻ. 2,4 ഡൈമീഥൈൽ ഹെപ്റ്റേനാ പറയുന്നത്. ഇവിടെ എത്ര മീഥൈൽ ഗ്രൂപ്പാ ഉള്ളത്? 2 മീഥൈൽ ഗ്രൂപ്പാണ് ഉള്ളത്. അതിന്റെ പൊസിഷൻ ഏതാ വരുന്നത്? 2ഉം 4ഉം 2, 4 പൊസിഷനിലായിട്ട് 2 മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. പിന്നെ ഹെപ്റ്റേൻ എന്നാ പറയുന്നത്. ഹെപ്റ്റേൻ എന്ന് പറയുമ്പോൾ എത്ര കാർബണാറ്റ് ഉള്ളത്? 7 കാർബണാറ്റ് ഉള്ളതാണ് ഹെപ്റ്റേൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് 7 കാർബണാറ്റം വരച്ചു കൊടുക്കാം. 1, 2, 3, 4, 5, 6, 7. ഓക്കെ, 1, 2, 3, 4, 5, 6, 7. ഓക്കെ, അപ്പം രണ്ടാമത്തെ പൊസിഷനിലാണ് ആദ്യത്തെ
മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത്. പിന്നെ ഏത് പൊസിഷനിലാണ് ഉള്ളത്? നാലാമത്തെ പൊസിഷനിലാണ്. അപ്പൊ ആദ്യത്തെ പൊസിഷനിൽ ഒരു CH3 കൊടുത്തു, നാലാമത്തേലും CH3 കൊടുത്തു. ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഫില്ല് ചെയ്യാം. CH3 1 2 3 4, 1 2 CH2 1 2 3 4 CH2 CH2 CH3. ഓക്കെ, സോ ഇതാണ് നമ്മളെ സ്ട്രക്ചർ കിട്ടുന്നത്. 2,4 ഡൈമീഥൈൽ ഹെപ്റ്റേൻ എന്ന് പറയുമ്പോൾ 2 4 പൊസിഷനിലായിട്ട് ഓരോ മീഥൈൽ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹെപ്റ്റേൻ ആയതുകൊണ്ട് തന്നെ 7 കാർബൺ ആറ്റുള്ള കോമ്പൗണ്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാമിന് പ്രതീക്ഷിക്കാം. നിങ്ങളെ ടെക്സ്റ്റിലെ ഒരു ടേബിൾ ആണിത്. ഇതിൽ നമുക്ക് ഈ ടേബിളും കൂടെ ഒന്ന് കംപ്ലീറ്റ് ആക്കാനാവും നോക്കുക. ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കുന്നതിന് കൂടെ തന്നെ എല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് തന്നെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് കംപ്ലീറ്റ് ആൻസർ കിട്ടുമെന്ന് നോക്കുക. ഓക്കെ, സോ ഫസ്റ്റത്തെ കോമ്പൗണ്ട് പറയുന്നത് CH3 CH CH2 CH CH3 CH3 ആണ്. സോ ഈ കോമ്പൗണ്ടിൽ എത്ര കോമ്പൗണ്ട് വന്നിട്ടുണ്ട്, അതിന്റെ IUPAC നെയിം എഴുതാനാണ് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്പർ ചെയ്ത് നോക്കാം. 1 2 3 4 5 6. ഓക്കെ, സോ ഇവിടെ ഈ ഒരു ഡയറക്ഷനിൽ കൂടെ നമ്പർ ചെയ്യുന്ന സമയത്ത് ഇത് കിട്ടുന്നത് 2 4 ആണ് ബ്രാഞ്ചിന് കിട്ടുന്ന നമ്പർ. ഇനി തിരിച്ചിട്ടാണെങ്കിലോ 1 2 3 4 5 6. ഈ ഒരു ഡയറക്ഷനിൽ കൂടെ പോകുന്ന സമയത്താണ് കിട്ടുന്ന നമ്പർ 3ഉം 5ഉം ആണ്. ആദ്യത്തിൽ കിട്ടുന്നത് 2ഉം 4ഉം ആണ്, രണ്ടാമത്തിൽ കിട്ടുന്നത് 3ഉം 5ഉം ആണ്. അപ്പൊ ഇതിൽ ഏതാ ലോവസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്? 2ഉം 4ഉം അല്ലേ? അപ്പൊ ആൻസർ വരുന്നത്, പൊസിഷൻ നമ്പർ വരുന്നത് 2 4 ആണ്. 2 4 കൊടുത്തു, ഹൈഫൺ കൊടുത്തു. രണ്ടാമത്തെ എന്താണ്? എത്ര മീഥൈൽ ഗ്രൂപ്പ് ആയില്ലത്? 2 മീഥൈൽ ഗ്രൂപ്പ് ആയില്ലത്. അപ്പൊ 2 4 ഡൈമീഥൈൽ എത്ര കാർബൺ ആറ്റായില്ലത്? 6 കാർബൺ ആറ്റാണ്. അപ്പൊ ഹെക്സ് ഏന് 2 4 ഡൈമീഥൈൽ ഹെക്സേൻ. ഇനി അടുത്ത രണ്ട് കോമ്പൗണ്ട് പറയുന്നത് 2 2 3 ട്രൈമീഥൈൽ പെന്റേനും 3 3 ഡൈഇഥൈൽ ഹെക്സേനും ആണ്. അതിന്റെ IUPAC നെയിം വന്നിട്ടുണ്ട്. സ്ട്രക്ചർ വരക്കാനാണ് പറയുന്നത്. നമുക്ക് അത് അടുത്ത പേജിൽ വരക്കാം. ഓക്കെ, സോ ലാസ്റ്റത്തെ കോമ്പൗണ്ട് പറയുന്നത് CH3 C CH2 CH3 ആണ്. അപ്പോൾ ഇതിന്റെ പേര് എന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട ലോങ്സ്റ്റ് ചെയിൻ ആണ്. ഇതിൽ നോക്കിയേ, ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ എത്ര കിട്ടുന്നത്? 1 2 3 4 4 കാർബണാറ്റേ കിട്ടുന്നല്ലോ. ഇനി തിരിച്ചിട്ട് ഇതുപോലെ എടുക്കുന്നെങ്കിലോ, ഇതുപോലെ എടുക്കുന്നുണ്ടെങ്കിൽ എത്ര കാർബണാറ്റം കിട്ടുന്നത്? 1 2 3 4 5 5 കാർബണാറ്റം കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിൽ ലോങ്സ്റ്റ് ചെയിൻ ഏതാ വരുന്നത്? ഇതാണ് ഇതിലത്തെ ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് വരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്നാ വരുന്നത്? ഇവിടെ എത്ര കാർബണാറ്റം ഉള്ളത്? 1. സോ ഇതാണ് നമ്മൾ ഇവിടുത്തെ ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്. ഇവിടെ എത്ര അപ്പൊ നമ്മൾ നമ്പർ ചെയ്ത് കൊടുക്കുന്നത് 1 2 3 4 5. ഓക്കെ, ഓപ്പോസിറ്റ് ആണ് 1 2 3 4 5. സോ എങ്ങനെ നമ്പർ ചെയ്യുന്ന സമയത്തും ഇതിന് കിട്ടുന്ന നമ്പർ എത്രയാണ്? 3 ആണ്. സോ ആൻസർ വരുന്നത് 3 3 ഡൈ മീഥൈൽ പെന്റേൻ ആണ്. 5 കാർബണാറ്റ ഉള്ളത്, അതുകൊണ്ട് തന്നെ വരുന്നത് 3 3 ഡൈമീഥൈൽ പെന്റേൻ. കാരണം ഈ ഒരു കാർബണാറ്റത്തിന് കിട്ടുന്ന നമ്പർ നമ്മളിപ്പം ലെഫ്റ്റ് നിന്ന് റൈറ്റ് ചെയ്യുന്ന സമയത്തും റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് കിട്ടുന്ന നമ്പർ എത്രയാണ്? 3 ആണ്. 1 2 3 4 5. ഇനി ഇങ്ങനെയാണെങ്കിൽ 1 2 3. അതുകൊണ്ട് തന്നെ 3 3 ഡൈമീഥൈൽ പെന്റേൻ ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു രണ്ട് സ്ട്രക്ചർ നമുക്ക് അടുത്ത പേജിൽ ഇറക്കാം. ട്രൈമീഥൈൽ പെന്റേൻ ആണ്. അപ്പൊ ട്രൈമീഥൈൽ പെന്റേൻ എന്ന് പറയുമ്പോൾ അതിൽ 5 കാർബണാറ്റം ഉള്ളത് 1 2 3 4 5. ഓക്കെ, 1 2 3 4 5. ഓക്കെ, അതിൽ 2 2 3. അപ്പം രണ്ടാമത്തെ പൊസിഷനിൽ എത്ര മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? 2 മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ പൊസിഷനിൽ നിന്നുണ്ട് ഒരു മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് 2 2 3 ട്രൈമീഥൈൽ പെന്റേൻ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പ്, മൂന്നാമത്തെ പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന്റെ ബാലൻസ് ഫില്ല് ചെയ്യാം. CH3 CH CH3 CH3 C CH3
CH3 CH2 CH3. സോ ഇതാണ് 2,2,3 ട്രൈമീഥൈൽ പെന്റേൻ എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ വരുന്നത്. അടുത്തതാണ് 3,3 ഡൈ ഈഥൈൽ ഹെക്സേൻ. ഹെക്സേൻ എന്ന് പറയുന്ന സമയത്ത് 6 കാർബണാറ്റാണ്. 1 2 3 4 5 6. ഇനി മൂന്നാമത്തെ പൊസിഷൻ 1 2 3. മൂന്നാമത്തെ പൊസിഷനിൽ എന്താ പറയുന്നത്? ഡൈ ഈഥൈൽ ഹെക്സേൻ എന്നാ പറയുന്നത്. ഡൈ ഈഥൈൽ എന്ന് പറയുമ്പോൾ CH2 CH3, അതുപോലെ ഇവിടെ ആണെങ്കിലും CH2 CH3. ഓക്കെ, അപ്പൊ CH3 CH2 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 CH3. സോ ഇതാണ് 3,3 ഡൈ ഈഥൈൽ ഹെക്സേൻ എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ വരുന്നത്. മൂന്നാമത്തെ പൊസിഷനിൽ 2 ഈഥൈൽ ഗ്രൂപ്പ് വന്നു. പിന്നെ ഹെക്സേൻ എന്ന് പറയുമ്പോൾ 1 2 3 4 1 2 3 4 5 6 6 കാർബണാറ്റും വന്നു. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കേൻ വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ച്, അല്ലെങ്കിൽ ഒന്നിലധികം ശാഖകളുള്ള ആൽക്കേനുകളുടെ നാമകരണത്തെ പറ്റിയിട്ടാണ്. അപ്പൊ ഈ കേസിൽ നമ്മൾ പഠിച്ചത് IUPAC നെയിം വന്നിട്ട് അതിന്റെ സ്ട്രക്ചർ വരക്കാനും നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഓരോ കോമ്പൗണ്ട് സ്ട്രക്ചറൽ ഫോമുല വന്നിട്ട് അതിന്റെ നെയിം എഴുതാനും നമ്മൾ പഠിച്ചു. രണ്ടിലും നമ്മളിപ്പം നോമൻക്ലേച്ചർ ഓഫ് ആൽക്കേൻ വിത്ത് 1 ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു ശാഖയിൽ ആൽക്കേനുകളുടെ നാമകരണത്തിൽ എടുത്ത് അതേ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്തതിന്. അതിലാകെ നമ്മൾ മാറ്റം വരുത്തി എന്താണെന്ന് വെച്ചാൽ മീഥൈൽ ഗ്രൂപ്പിന്റെ എണ്ണത്തിനനുസരിച്ചിട്ട് നമ്മൾ അതിന് മുന്നിൽ ഡൈ ട്രൈ ടെട്ര എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിലത്തെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.